നമസ്കാരം. ഇന്നിപ്പോൾ ആരംഭിക്കുന്നു നോക്കാം പ്രധാന വാർത്തകൾ. വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. ഭേദഗതി നിർദ്ദേശിക്കാൻ മതിയായ സമയം ലഭിച്ചില്ലെന്ന് പ്രതിപക്ഷത്തിന്റെ ക്രമപ്രശ്നം. ബിൽ മതസ്ഥാപനങ്ങളുടെ അധികാരത്തിൽ ഇടപെടുന്നില്ലെന്ന് ന്യൂനപക്ഷ മന്ത്രി. നിയമ ഭേദഗതി വന്നാൽ മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടുമെന്ന് കിരൺ റിജിജു. വഖഫുമായി ബന്ധപ്പെട്ട നടപടികൾ സുതാര്യമാക്കുകയാണ് ലക്ഷ്യമെന്നും കോൺഗ്രസിന്റേത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമെന്നും റിജിജു. സംസ്ഥാനത്തും ചർച്ചയായ വഖഫ് ബിൽ. ബില്ലിനെ കേരളത്തിലെ എംപിമാർ അനുകൂലിക്കണമെന്ന സമ്മർദ്ദം ശക്തമാക്കി ക്രൈസ്തവ സംഘടനകൾ. UDF എംപിമാരുടെ ഓഫീസിലേക്ക് BJP മാർച്ച്. വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള നീക്കമെന്ന് ലീഗ്. ആശമാരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. നാളെ വൈകിട്ട് ആരോഗ്യമന്ത്രിയുമായി ചർച്ച. രേഖാമൂലം ഉറപ്പ് കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന് ആശാ വർക്കേഴ്സ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വൻ ലഹരിവേട്ട. നാവികസേന പിടിച്ചെടുത്തത് 2500 കിലോയോളം ലഹരി വസ്തുക്കൾ. കണ്ടെത്തിയത് സംശയാസ്പദമായ നിലയിൽ കണ്ട ബോട്ടിൽ നിന്ന്. മലയാള സിനിമാ മേഖലയുമായി ലഹരി ഇടപാടെന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ യുവതി. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും കഞ്ചാവ് നൽകിയെന്ന് എക്സൈസിന് തസ്ലീന സുൽത്താനയുടെ മൊഴി. നടന്മാരുമായുള്ള ലഹരി ഇടപാടിന്റെ ഡിജിറ്റൽ തെളിവുകളും. വാളയാർ കേസിൽ പ്രതി ചേർക്കപ്പെട്ട മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി. വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിലും ഇളവ്. കോടതി നടപടി കുറ്റപത്രം റദ്ദാക്കണമെന്ന ഹർജിയിൽ. CPM പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കം. പാർട്ടി അംഗങ്ങളുടെ നിലവാരം ഉയർത്തണമെന്ന് സംഘടനാ റിപ്പോർട്ട്. അസാധാരണ നടപടിയിലൂടെ UK-യിൽ നിന്നുള്ള പ്രതിനിധിയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. രാജേഷ് കൃഷ്ണയെ ഒഴിവാക്കിയത് പാർട്ടിക്ക് കിട്ടിയ പരാതിക്ക് പിന്നാലെ. ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി മുഹമ്മദ് മുഹസിൻ MLA. അടിച്ച് മോന്ത പൊളിക്കുമെന്ന് ഭീഷണി. വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ച് മൊന്ത പൊളിക്കും. ആയിക്കോട്ടെ, നേരിട്ട് ഭയനന്തരക്ക് അറിയാൻ ഇവിടെ നിയമസഭയിൽ. MLAയുടെ പ്രകോപനം. വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ സഹോദരിയെ അപമാനിച്ചുവെന്നാരോപിച്ച്. വിശദമായി നോക്കാം. വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുകയാണ്. ബില്ല് വന്നാൽ മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു. 600-ലധികം പേരുടെ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. നിയമ ഭേദഗതി യാഥാർത്ഥ്യമാകുന്നതോടെ ഭൂമി തിരിച്ചെടുക്കാനാകുമെന്നും കിരൺ റിജിജു ലോക്സഭയിൽ വ്യക്തമാക്കി. दोनों सदन लोकसभा राज्यसभा मिलाकर के ज्वाइंट कमेटी में वक्फ अमेंडमेंट बिल पे जो चर्चा हुई है, आज तक भारत के संसदीय इतिहास में इतना व्यापक रूप से चर्चा, कंसल्टेशन और समय कभी नहीं दिया है. इसलिए मैं जो ज्वाइंट कमेटी में जितने मेंबर्स दोनों सदनों के लोकसभा और राज्यसभा में जो सदस्य उस कमेटी में थे, मेरे तरफ से सरकार की ओर से मैं धन्यवाद देता हूं, अभिनंदन करना चाहता हूं. അതേസമയം ബിൽ മതസ്ഥാപനങ്ങളുടെ അധികാരത്തിൽ ഇടപെടുന്നില്ലെന്നും വഖഫുമായി ബന്ധപ്പെട്ട നടപടികൾ സുതാര്യമാക്കുകയാണ് ലക്ഷ്യമെന്നും ബിൽ അവതരിപ്പിച്ച കിരൺ റിജിജു പറഞ്ഞു. അതേസമയം വലിയ പ്രതിഷേധവും പ്രതിപക്ഷം ഉയർത്തി. ബില്ലിൽ പ്രതിപക്ഷം ക്രമപ്രശ്നം ഉന്നയിച്ചു. ഭേദഗതി നിർദ്ദേശിക്കാൻ മതിയായ സമയം ലഭിച്ചില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. This type of bill, when you are bringing it to the House, at least the members has to have the power to give amendments. Yesterday, what happened, sir? This bill has been brought into the notice of member only around afternoon. Then the amendment time will be ceased till 3:30.
then how can the members who move amendments, sir? This is basically, you are actually bulldozing the legislation, sir. This type of legislation bulldozing is not happened in this house, sir. Sir, members has to go. Why that, sir? You need to give time for amendments, sir. എന്നാൽ JPC-യുടെ ഭേദഗതി മന്ത്രിസഭ അംഗീകരിച്ച ശേഷമാണ് ബില്ല് കൊണ്ടുവന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി നൽകി. मैं इसके हार्द को सदन के सामने रखना चाहता हूं. भारत सरकार की कैबिनेट ने इस बारे में एक बिल अप्रूव कर सदन के सामने रखा. आपके द्वारा ये बिल जॉइंट पार्लियामेंट्री कमेटी को दिया गया, जिसका विपक्ष का भी बड़ा आग्रह था. कमेटी ने इस पर सुविचारित रूप से अपना मत प्रकट किया. वो जो मत प्रकट हुआ, वो मत फिर से कैबिनेट के सामने गया. അതേസമയം വഖഫ് ബില്ലിൽ യഥാർത്ഥ ചർച്ച നടന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഭേദഗതി കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ പാർലമെന്റ് മന്ദിരം പോലും വഖഫ് സ്വത്തായി അവകാശവാദം ഉന്നയിക്കുമായിരുന്നുവെന്നും കിരൺ റിജിജു വിമർശിച്ചു. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, 8 മണിക്കൂറോളം ദൈർഘ്യമുള്ള ചർച്ചയാണ്, അത് തുടരുകയാണ്. ബിൽ അവതരിപ്പിക്കപ്പെടുന്നു, വലിയ പ്രതിഷേധം സഭയ്ക്കകത്ത് മാത്രമല്ല പുറത്തുമുയരുന്ന സാഹചര്യം. എങ്ങനെയാണ് സഭാ നടപടികൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ? ആര്യ, പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഈ ബില്ലുമായി ബന്ധപ്പെട്ടപ്പോൾ ലോക്സഭയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. വലിയ പ്രതിഷേധങ്ങൾക്കിടെ നേരത്തെ പറഞ്ഞ പോലെ ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവാണ് ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചത്. കേന്ദ്രം ബില്ല് അടിച്ചേൽപ്പിക്കുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. ബില്ല് അംഗങ്ങൾക്ക് നേരത്തെ നൽകിയിട്ടില്ല എന്ന് കെ.സി. വേണുഗോപാൽ പറയുന്ന പശ്ചാത്തലം കൂടി നമ്മൾ കണ്ടു. ഒപ്പം DMK ആണ് പ്രധാനപ്പെട്ട ഘടകകക്ഷി, UP-യിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി. DMK ബന്ധപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി കനിമൊഴി MP ആണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ കൈവിടില്ല, ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കുന്നു എന്ന് കനിമൊഴി പറയുകയുണ്ടായി. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കിരൺ റിജിജു ബില്ലുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. അതായത് അതിൽ പ്രധാനം ഈ വഖഫ് ബില്ല് നിയമമാകുന്നതോടുകൂടി മുൻപത്തെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് കിരൺ റിജിജു പറയുകയുണ്ടായി. വഖഫ് ബില്ലിനെ മുസ്ലിം ക്ഷേമത്തിനായി ബില്ലിനെ പിന്തുണയ്ക്കുന്നു എന്ന് JDU-വും ഒപ്പം TDP-യും വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടി ശ്രദ്ധേയമായി. നേരത്തെ പറഞ്ഞതുപോലെ വഖഫ് ബിൽ വന്നാൽ മുൻപം പ്രശ്നം പരിഹരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറയുന്നു. 600-ലധികം പേരുടെ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഈ വഖഫ് ബോർഡ് എന്ന വളരെ പ്രധാനപ്പെട്ട പരാമർശം ഉണ്ടായിരുന്നു. ഒപ്പം പാർലമെന്റ് ഭൂമി പോലും വഖഫ് ഭൂമിയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിഹാരത്തിന് ഈ ബിൽ വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെ നേരത്തെ മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കും, നിയമപരമായി നേരിടും എന്ന് ലീഗ് വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. വഖഫ് ഭൂമി പിടിച്ചെടുക്കാനുള്ള ഗൂഢനീക്കമാണെന്നും കെട്ടിച്ചമച്ച നിയമമാണിതെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ് നമ്മൾ കേട്ടു വായിക്കണം. ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ 8 മണിക്കൂർ ചർച്ചയാണ്. ഒരുപക്ഷെ ചർച്ച മുന്നോട്ട് നീണ്ടേക്കാം എന്നുള്ള സാഹചര്യം കൂടി ചേർത്ത് വെക്കണം. വലിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സഭയിൽ പുരോഗമിക്കുകയാണ്. ആര്യ, ശരി. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് നിയമ ഭേദഗതിയിൽ UDF MPമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി BJP. ബില്ലിനെ എതിർക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു വിവിധ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചാണ് ബില്ലിനെ കോൺഗ്രസ് എതിർക്കുന്നതെന്ന് ശശി തരൂരിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ അഭിവാദ്യം ചെയ്ത് K. സുരേന്ദ്രൻ പറഞ്ഞു. മുനമ്പം ജനതയ്ക്ക് മുന്നിൽ കോൺഗ്രസ് അഭിനയിച്ചതാണോ എന്ന് ഇന്നും നാളെയുമായി അറിയാമെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു. വഖഫ് സ്വത്തുക്കൾ ഊടുവഴിയിലൂടെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്ന് മുസ്ലിം ലീഗ്. ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് നിയമ ഭേദഗതി. വിശ്വാസത്തിൽ ഇടപെടുകയാണെന്നും മറ്റ് സമുദായങ്ങൾ ഇത് മനസ്സിലാക്കണമെന്നും സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബിൽ പാസ്സായാൽ കോടതിയെ സമീപിക്കും. മുനമ്പം പ്രശ്നപരിഹാരം കേരള സർക്കാരിന് പരിഹരിക്കാൻ കഴിയുന്നതാണെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. വഖഫ് സ്വത്തുക്കൾ പല ഊടുവഴികളിലൂടെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവരാൻ പോകുന്നത്. പല കാരണങ്ങളും പറഞ്ഞ് അതിനെ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം
ഇപ്പോൾ BJP കൊണ്ടുവരുന്ന ഈ ബില്ലിലുണ്ട് എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാ മതേതര കക്ഷികളും അതിനെ പാർലമെന്റിൽ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. മുനമ്പം വിഷയവും വഖഫ് നിയമ ഭേദഗതിയും തമ്മിൽ ബന്ധമില്ലെന്ന് SYS നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ. വഖഫ് ബോർഡിൽ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള നീക്കം ബോർഡിന്റെ ഘടനയെ തകർക്കാനാണ്. ക്രൈസ്തവ സമൂഹത്തിലെ ചിലർ ഇതിനെ മുനമ്പത്തോട് ചേർത്ത് നിർത്തുന്നു. തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണമാണ് നടക്കുന്നതെന്നും അന്യന്റെ ഭൂമി പിടിച്ചെടുക്കാൻ വഖഫിന് നിലവിലും അധികാരമില്ലെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. ഏറ്റവും ശ്രദ്ധേയമായി ഇതിൽ പറയാനുള്ള ഒരു കാര്യം, മുനമ്പം വഖഫ് ഭൂമി പ്രശ്നവും അല്ലെങ്കിൽ മുനമ്പം വിഷയവും ഈ വഖഫ് അമെൻഡ്മെന്റ് ആക്ടും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ദുരുദ്ദേശ്യപരമാണ്. കാരണം മുനമ്പം വഖഫാണോ അല്ലയോ എന്ന കാര്യം ഗവൺമെന്റ്, കോടതികൾ, അതുപോലെ തന്നെ അതിന്റെ രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഇതേവരെ ചർച്ച ചെയ്തതാണ്. ഗവൺമെന്റിന് മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവുമാണ്. എന്നാൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടല്ല വഖഫ് അമെൻഡ്മെന്റ് ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ചർച്ച കഴിഞ്ഞ പാർലമെന്റിൽ തന്നെ അതിന്റെ സെഷൻ അവസാനിക്കുന്ന സമയത്ത് ഒരു BJP മെമ്പർ വഖഫ് നിയമം ഇന്ത്യയിൽ നിന്ന് എടുത്തു കളയണം എന്ന് പ്രസംഗിക്കുകയും ഈ ഗവൺമെന്റ് വന്ന ഉടനെ അതിനുവേണ്ട സംവിധാനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മുനമ്പം വിഷയവുമായി ഇതിന് ബന്ധമില്ല. ഇതിനെ ബന്ധപ്പെടുത്തുന്നത് രാഷ്ട്രീയ പ്രേരിതവും സൗഹൃദം തകർക്കുന്ന രീതിയിലുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എമ്പുരാൻ സിനിമയെ ചൊല്ലി രാജ്യസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. തുടർച്ചയായ രണ്ടാം ദിവസവും CPM എമ്പുരാൻ വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ചു. സംവിധായകൻ പൃഥ്വിരാജിനെയും എഴുത്തുകാരൻ മുരളി ഗോപിയെയും സംഘപരിവാർ രാജ്യവിരുദ്ധരായി മുദ്രകുത്തുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. Sir, unfortunate incidents are happening in this country. There's an assault on freedom of speech and expression, which is enshrined in the Indian Constitution. Sir, I would just say that a movie which was censored and released in the theatre was asked to go back to the censor board again, and there have been 24 cuts resorted to because of the threats, and even the protagonists of the movies were depicted as anti-nationals. If this is a situation in this country, I am fearing that the freedom of speech and expression which is granted to the people would be in peril. So I urge upon this House to see that such incidents doesn't happen. Even trolls and comedies are being deprecated. എന്നാൽ എമ്പുരാൻ ക്രിസ്ത്യാനികൾക്കെതിരായ സിനിമയാണെന്നായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ മറുപടി. Sir, the film is against Christian faith. It is Christian faith and the cross, and all the Christians in India. It is opposing KCBC, CBCI, opposing the communists who want to insult the Christians in this country. That is why I am telling. See, today you can see the CBCI and KCBC. They passed the resolution against this film. I am a Christian. Don't insult me. These communists want to insult every religion. They want to insult every religion. Why they are insisting? അതേസമയം ജോർജ് കുര്യൻ സംവിധായകന്റെ കുടുംബത്തെ അടക്കം അപമാനിക്കുകയാണെന്ന് ജബി മേത്തർ MP പ്രതികരിച്ചു. വിവാദം തുടരുന്നതിനിടെ റീ എഡിറ്റ് ചെയ്ത എമ്പുരാൻ തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങി. വെട്ടിമാറ്റുന്നതിന് മുൻപ് സിനിമ കാണാൻ സാധിക്കാത്തതിന്റെ വിഷമം ഇന്ന് തിയേറ്ററുകളിൽ എത്തിയവർക്ക് ഉണ്ട്. എല്ലാം കോൺഗ്രസ് പ്രവർത്തകരും സിനിമ കാണണമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ആഹ്വാനം ചെയ്തു. മലയാളത്തിൽ ഒരു സിനിമയും ഇന്നുവരെ കാണാത്ത അസാധാരണ നീക്കങ്ങൾക്കൊടുവിൽ വെട്ടിയൊതുക്കിയ എമ്പുരാൻ തിയേറ്ററുകളിൽ പ്രദർശനം തുടങ്ങി. ഇന്നലെ വൈകിട്ടോടെ എഡിറ്റ് പൂർത്തിയാക്കിയ ചിത്രം രാത്രി മുതലാണ് തിയേറ്ററുകളിലെ സെർവറുകളിലേക്ക് എത്തിയത്. രാത്രി തന്നെ ഡൌൺലോഡിംഗ് പൂർത്തിയാക്കിയ തിയേറ്ററുകൾ ഇന്നത്തെ ആദ്യ ഷോ മുതൽ പുതിയ പതിപ്പ് പ്രദർശിപ്പിച്ചു. തിരുവനന്തപുരം ആർടെക് ഇന്നലെ അവസാന ഷോയ്ക്കു തന്നെ പ്രദർശനം നടന്നു. വെട്ടുന്നതിന് മുൻപ് സിനിമ കാണാൻ പരമാവധി ശ്രമിച്ചുവെന്നും ടിക്കറ്റ് ലഭിക്കാതെ എഡിറ്റ് ചെയ്ത പതിപ്പ് കാണേണ്ടി വന്നതിൽ നിരാശയും തിയേറ്ററിലെത്തിയവർക്കുണ്ടായി. സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗിൽ ഇന്ന് നേരിയ കുറവ് കാണുന്നുണ്ട്. എന്നാൽ അത് കാര്യമാക്കേണ്ടതില്ല എന്നാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത്. എമ്പുരാൻ സിനിമ കാണുന്നത് BJPക്കെതിരായ പ്രതിഷേധമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും സിനിമ കാണണമെന്നും ആഹ്വാനം. സിനിമയിലെ റീ എഡിറ്റ് ചിത്രത്തിന്റെ കളക്ഷനെ ബാധിക്കുമോ എന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ അറിയാം.
നിലവിൽ പല തിയേറ്റർ റെക്കോർഡുകളും ഭേദിച്ചാണ് എമ്പുരാന്റെ കുതിപ്പ്. ന്യൂസ് 18 കൊച്ചി. എമ്പുരാൻ വിവാദത്തിൽ പ്രതികരിച്ച് KCBC വക്താവ് തോമസ് തറയിൽ ന്യൂസ് 18നോട് സിനിമയെ സിനിമയായി കാണണം, സിനിമയിൽ വിമർശനം വന്നാൽ മതങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ ഇല്ലാതാകുന്നില്ലെന്നും സിനിമ ബഹിഷ്കരിക്കണമെന്ന നിലപാടില്ലെന്നും തോമസ് തറയിൽ പറഞ്ഞു. സിനിമ എന്ന് പറയുന്നത് ഒരു വിനോദ ഉപാധിയാണ്. അത് വാസ്തവത്തിൽ അങ്ങനെ തന്നെ കാണണം. സിനിമയെ സിനിമയായിട്ട് കാണുക, വിനോദത്തിന് വിനോദമായിട്ട് കാണുക. പക്ഷേ സിനിമയ്ക്ക് സന്ദേശങ്ങൾ നൽകുവാനുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച് ക്രിസ്തു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെയോ ഇസ്ലാം മതത്തിൻ്റെയോ ഏത് മതത്തിൻ്റെ ആയിക്കോട്ടെ ആ മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊന്നും ഇല്ലാതെ ആവുന്നില്ല. ഇതാരെങ്കിലും കുറച്ച് പേര് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു പറയുന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മളുടെ നിലപാടുകളിൽ ഒരു ഉറപ്പുള്ള വിശ്വാസികൾക്ക് നിലപാടുകളിൽ ഒരു മാറ്റവും ഉണ്ടാകത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് സിനിമ കാണണോ കാണണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എമ്പുരാൻ വേണ്ടാത്ത പബ്ലിസിറ്റി നൽകേണ്ട എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സിനിമ പരാജയമാണെങ്കിൽ പരാജയമാകട്ടെ, വിജയിക്കുന്നുവെങ്കിൽ വിജയിക്കട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ. എന്തിനാണ് ഇതിന് നിങ്ങളെല്ലാവരും വേണ്ടാത്ത പബ്ലിസിറ്റി കൊടുക്കേണ്ടത്? ഇത് ഫ്ലോപ്പ് ആണെങ്കിൽ ഫ്ലോപ്പ് ആയിട്ട്, ഹിറ്റാണെങ്കിൽ ഹിറ്റായിക്കോട്ടെ. അനിശ്ചിതകാല സമരം തുടരുന്ന ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നാളെ വീണ്ടും ചർച്ച നടത്തും. വൈകുന്നേരം 3-ന് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് പുറമെ മറ്റ് യൂണിയനുകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതേസമയം സെക്രട്ടേറിയറ്റ് നടയിൽ പൊതുവഴി തടസ്സപ്പെടുത്തിയതിന് SUCI മഹിളാ കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് മന്ത്രി വീണ ജോർജ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ ഒത്തുതീർപ്പ് നീക്കങ്ങളുടെ ഭാഗമായി വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചത്. അനിശ്ചിതകാല സമരം 52 ദിവസം പിന്നിടുമ്പോൾ ഇത് 3ാം തവണയാണ് സർക്കാരിന്റെ അനുനയ നീക്കം. ആരോഗ്യമന്ത്രിയുടെ ക്ഷണം സ്വാഗതം ചെയ്യുന്നതായും മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ച് രേഖാമൂലം ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും സമരസമിതി നേതാക്കൾ പ്രതികരിച്ചു. സമരം തീരുന്നത് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചു. സമരസമിതിയുമായി വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ കൃത്യമായി ചർച്ച ചെയ്ത് സമരസമിതിക്ക് കൂടിയാലോചിച്ച് ആ തീരുമാനങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അത് അംഗീകരിച്ച് അതൊരു ഉറപ്പായിട്ട് ലഭിക്കണം. അത് കേവലം ചർച്ച ചെയ്തു പറഞ്ഞു എന്നതുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. അതേസമയം ആശമാരുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് ദുരഭിമാനം മൂലമാണെന്നായിരുന്നു സമരപ്പന്തൽ സന്ദർശിച്ച ശേഷം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വിമർശനം. മുഖ്യമന്ത്രി വലിയ ക്രൂരതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര ക്രൂരമായ നിലപാട് എന്തിനാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനിടെ 8 ദിവസമായി നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന ആശാപ്രവർത്തകയായ അനിതാകുമാരിയെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പോലീസ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വൻ ലഹരിവേട്ട. 2500 കിലോയോളം ലഹരി വസ്തുക്കൾ നാവികസേന പിടിച്ചെടുത്തു. സംശയാസ്പദമായ നിലയിൽ കണ്ടെത്തിയ ബോട്ടിൽ നടത്തിയ തെരച്ചിലിലാണ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. മാർച്ച് 31-ന് പട്രോളിംഗിനിടെ സംശയാസ്പദമായ ബോട്ടുകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് നേവിക്ക് വിവരം ലഭിക്കുന്നു. അവയിൽ നിയമവിരുദ്ധ ഇടപാടുകൾ നടക്കുന്നുവെന്ന വിവരം നാവികസേനയുടെ P-81 എയർക്രാഫ്റ്റ് INS തർക്കഷിന് കൈമാറി. ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മേഖലയിലുണ്ടായിരുന്ന വിവിധ ബോട്ടുകളിൽ പിന്നീട് മിന്നൽ പരിശോധന. അതിൽ ഒന്നിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കിൽ ലഹരി വസ്തുക്കൾ. 2386 കിലോ ഹാഷിഷ്, 121 കിലോ ഹെറോയിൻ എന്നിവയാണ് പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്നവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ മുംബൈയിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യും. ആർക്കു വേണ്ടിയാണ് ലഹരി വസ്തുക്കൾ ഇവിടെ എത്തിച്ചത്, എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, എങ്ങോട്ടാണ് ഇനി കൊണ്ടുപോകുന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങളിൽ വ്യക്തതയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴയിൽ നിന്ന് 2 കോടി വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതിക്ക് ഉന്നത സിനിമാ ബന്ധങ്ങൾ. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി കൈമാറിയെന്നാണ് ചെന്നൈ സ്വദേശിയായ തസ്ലീന സുൽത്താന എക്സൈസിന് നൽകിയ മൊഴി. ഇവരുമായുള്ള ബന്ധത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ എക്സൈസിന് ലഭിച്ചു. സെക്സ് റാക്കറ്റുമായി യുവതിക്ക് ബന്ധമുണ്ടെന്നും എക്സൈസ് സ്ഥിരീകരിച്ചു. ബംഗളൂരുവിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ആലപ്പുഴ ഓമനപ്പുഴയിലെ റിസോർട്ടിലെത്തിച്ചപ്പോഴാണ് ചെന്നൈ സ്വദേശിനിയായ തസ്ലീമ സുൽത്താന എന്ന ക്രിസ്റ്റീന പിടിയിലാകുന്നത്. മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. സംശയം തോന്നാതിരിക്കാൻ ക്രിസ്റ്റീന തന്റെ മക്കളെയും കൂടെ കൂട്ടി. കാറിൽ സൂക്ഷിച്ചിരുന്ന കറുത്ത ബാഗിൽ 3 പാക്കറ്റുകളിലായാണ് ഹൈബ്രിഡ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്.
സ്ഥിരതാമസമാക്കിയ തസ്ലീമയ്ക്ക് സിനിമയിൽ ഉന്നത ബന്ധങ്ങളുണ്ട്. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഫാസി എന്നിവർക്ക് കഞ്ചാവ് നൽകിയതായി ഇവർ എക്സൈസിന് മൊഴി നൽകി. ഫോണിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിച്ചു. പെൺവാണിഭ സംഘങ്ങളുമായും തസ്ലീമയ്ക്ക് അടുപ്പമുണ്ട്. എറണാകുളത്ത് ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ ഇവർ സ്ഥാപനം നടത്തിയിരുന്നു. ഇവിടെ വെച്ച് സിനിമ വാഗ്ദാനം ചെയ്ത് ഫോട്ടോഷൂട്ടിനെത്തിയ പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ 4ാം പ്രതിയാണ്. ഷൈൻ ടോമിന്റെയും ശ്രീനാഥ് ഫാസിയുടെയും പേര് പരാമർശിച്ചതോടെ എറണാകുളത്തെ സിനിമാ മേഖല കേന്ദ്രീകരിച്ച് എക്സൈസ് അന്വേഷണം വ്യാപിപ്പിച്ചു. സിനിമാ മേഖലയിൽ ആൾക്കാരും ഉണ്ട്, ഇൻവോൾവ് ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. 1-2 പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ ഉൽപാദനമില്ലാത്ത ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് മലേഷ്യയിൽ നിന്നോ ബാങ്കോക്കിൽ നിന്നോ കൊണ്ടുവന്നതാകാമെന്നാണ് എക്സൈസ് കരുതുന്നത്. ഹൈഡ്രോപോണിക് കൃഷിരീതിയിൽ AC റൂമുകൾ വളർത്തിയെടുക്കുന്ന ഇവയ്ക്ക് സാധാരണ കഞ്ചാവിനേക്കാൾ 20 മടങ്ങ് ലഹരി കൂടുതലാണ്. 1 ഗ്രാമിന് 10,000 രൂപയോളം വില വരും. അതായത് രാസലഹരിയായ MDMA-യേക്കാൾ വില. ഈ ഡ്രഗ്സ് ഇവർ ഉപയോഗിക്കുന്നത് എറണാകുളത്ത് സെക്സ് റാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നൽകാനാണ് ഉപയോഗിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവർക്ക് മുൻ കേസുണ്ട്. അതിന് പേര് റിമാൻഡിലായിരുന്നു. അപ്പോൾ ഈ ഡ്രഗ്സിന്റെ പേരിലും ഒരു സാധാരണ അവിടെയുള്ള സ്ത്രീകൾക്ക് ഡ്രഗ്സ് നൽകിയാണ് സെക്സ് റാക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. സിനിമാ ബന്ധങ്ങളും അത് അന്വേഷിക്കുന്നുണ്ട് അതിനെക്കുറിച്ച്. ആലപ്പുഴ എക്സൈസ് നാർക്കോട്ടിക് സെൽ സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത്. ഓമനപ്പുഴയിലെ മാരാരി ഗാർഡൻ വില്ല എന്ന റിസോർട്ടിൽ നിന്നായിരുന്നു അറസ്റ്റ്. വിപണിയിൽ 2 കോടി രൂപയിലേറെ വിലമതിക്കുന്ന ഖുഷ് എന്ന ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവാണ് ഓമനപ്പുഴയിൽ നിന്നും ആലപ്പുഴ എക്സൈസ് സ്ക്വാഡ് പിടികൂടിയിട്ടുള്ളത്. പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകിയ ശേഷം വിൽപ്പന നടത്തുന്ന സംഘവുമായും ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് എക്സൈസ് സംഘം പരിശോധിച്ചു വരികയാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. താമരശ്ശേരിയിലെ ലഹരി മാഫിയ മയക്കുമരുന്ന് കടത്തിനായി ദുരുപയോഗം ചെയ്തതായി യുവതിയുടെ വെളിപ്പെടുത്തൽ. സൗഹൃദം കാണിച്ച് അടുത്ത ബന്ധം സ്ഥാപിച്ച ലഹരി ഡീലറായ ഷിജാസ് തടവിലാക്കി ലഹരി കടത്തിന് ഉപയോഗിച്ചുവെന്ന് യുവതി ന്യൂസ് 18നോട് പറഞ്ഞു. ഇത്തരത്തിൽ നിരവധി സ്ത്രീകൾ ലഹരി മാഫിയയുടെ കെണിയിലുണ്ടെന്നും യുവതി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. സൗഹൃദം ഭാവിച്ചാണ് ഷിജാസ് തന്നോട് അടുത്തത്. പിന്നീട് ഭീഷണിപ്പെടുത്തി ലഹരിക്കടത്തിനായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു. വാഹനത്തിൽ സ്ത്രീകളുണ്ടെങ്കിൽ പോലീസ് വാഹനങ്ങൾ പരിശോധിക്കില്ലെന്ന ആനുകൂല്യം മുതലെടുത്തായിരുന്നു ലഹരിക്കടത്ത്. മെയിനായിട്ട് അയാൾ ഇന്നെ യൂസ് ചെയ്ത ഒരു ലേഡി ഉണ്ട് എങ്കിൽ അയാൾക്ക് സേഫായിട്ട് ഇത് ചെയ്യാം എന്നുള്ള ചിന്ത കൊണ്ടാണെന്ന എന്റെ ഒരു തോന്നല്. കാരണം രാത്രികാലങ്ങളിൽ അയാളെ യാത്രകളിൽ വണ്ടിയിൽ എന്നെയും കൊണ്ടുപോവുക. എന്നാലും ഒരു ഫാമിലി പോകുന്ന മാതിരിയാണ്. പോലീസിന്റെ മുന്നിലൊക്കെ ആണെങ്കിലും ഫാമിലി പോകുന്ന അതേമാതിരി വാടകയ്ക്ക് പല സ്ഥലങ്ങളിലായിട്ട് റെന്റിന് വീടെടുക്കുകയും അവിടെയൊക്കെ ഒരു ഫാമിലി രൂപത്തിലാണ് താമസം ഉണ്ടായിരുന്നത്. താമരശ്ശേരി അമ്പായത്തോട് ചുരം 4ാം വളവ് മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി കൈമാറ്റം. പലപ്പോഴും ഭക്ഷണം തരാതെ മുറിയിൽ പൂട്ടിയിട്ടു. പുറത്തു പോകാതിരിക്കാൻ വസ്ത്രങ്ങൾ മാറ്റിയിട്ടു. കൈയും കാലും കെട്ടിയിട്ട ശേഷം ക്രൂരമായി മർദ്ദിച്ചതായും യുവതി വെളിപ്പെടുത്തി. ഡോറ് ലോക്ക് ചെയ്ത് പോകും, ഒരു ഡോഗും ഉണ്ടാവും. പിന്നെ അതിനെ കവർ ചെയ്തിട്ട് ഞാൻ എങ്ങനെ ഏത് രീതിയിലാണ് ഞാൻ പുറത്തിറങ്ങുക. അല്ലെങ്കിൽ ഇൻകേസ് ഓന് എന്റെ ഡ്രസ്സ് പിന്നെ രക്ഷപ്പെടാനുള്ള ശ്രമം എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് കെട്ടിയിടല് തുടങ്ങിയത്. കെട്ടിടുകയും ചെയ്യും, എന്റെ ഡ്രസ്സും ഉണ്ടാവില്ല. ഡ്രസ്സ് ഓന്റെ വണ്ടിന്റെ ഡിക്കിയിലേക്ക് മാറ്റിയിടും. ലഹരിക്കടത്തിന് നിരവധി സ്ത്രീകളെയും കുട്ടികളെയും ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തനിക്കറിയാം. പോലീസ് ആവശ്യപ്പെട്ടാൽ തെളിവുകൾ കൈമാറും. പല സ്ത്രീകളും എന്റെ കീഴിലുണ്ട്, അതെനിക്കറിയാം. പേരൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഈ അടിവാരം സ്വദേശത്ത് തന്നെയുള്ള പല സ്ത്രീകളും ഉണ്ട്. താമരശ്ശേരി മേഖലയിലെ ലഹരി കച്ചവടത്തിലെ പ്രധാന ഇടപാടുകാരനായ ഷിജാസിനെ ജനുവരി 25-ന് 113 ഗ്രാം MDMA-യുമായി താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നിലവിൽ ഇയാൾ റിമാൻഡിലാണ്. ഈങ്ങാപ്പുഴ ഷിബില വധക്കേസിലെ പ്രതിയായ യാസിറും ഷിജാസും അടുത്ത സുഹൃത്തുക്കളുമാണ്. MS അനീഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. മധുരയിൽ ചെങ്കൊടിയേറി. CPM 24ാം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ തുടക്കം. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിനെതിരായ കേന്ദ്ര നീക്കത്തെ പ്രതിരോധിക്കാൻ പാർട്ടി കോൺഗ്രസിലെ പ്രമേയം ആഹ്വാനം ചെയ്യുന്നു. ജനാധിപത്യ മതേതര ബദൽ
കെട്ടിപ്പടുക്കുന്നതിനൊപ്പം BJP ചെറുക്കാൻ CPM-ഉം പാർട്ടി എന്ന നിലയിൽ കൂടുതൽ ശക്തിപ്പെടണം. വലിയ അടിത്തറയുണ്ടായിരുന്ന വടക്കേ ഇന്ത്യയിലടക്കം CPM ഇപ്പോൾ തകർച്ചയിലാണ്. കരട് സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടും പോലെ CPM കേരളത്തിൽ മാത്രം ശക്തിയുള്ള ഒരു പ്രസ്ഥാനമായി മാറുന്നു. ത്രിപുരയും ബംഗാളും ഒക്കെ പിന്നിൽ പോയ ശേഷം അവിടെ നിന്ന് കരകയറാൻ കഴിയാത്തൊരവസ്ഥ CPM-നുണ്ട്. അത് മാറ്റിയെടുക്കണം. പാർട്ടി ശക്തിപ്പെട്ടാൽ മാത്രമേ അതിന് സാധ്യമാകൂ എന്നാണ്. അല്ലെങ്കിൽ ഈ BJP ചെറുക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു മതേതര കക്ഷികളുമായി യോജിച്ച പോരാട്ടത്തിന് അപ്പുറത്തേക്ക് പാർട്ടിയെ തന്നെ ശക്തിപ്പെടുത്തണമെന്നാണ് പ്രധാനമായും CPM ഈ സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. A more complex question arises of how to fight the BJP RSS combined effectively so as to isolate them and reverse the rightward shift. As Marxists, we know that no political domination that is exercised today by the Hindutva forces is through electoral means alone. This is a dominance acquired through the influence of the Hindutva forces that they exercise in the ideological, cultural and social spheres. സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ അതിലും ഈ CPM എന്താണ് പാർട്ടിക്ക് സംഭവിച്ചത്? പാർട്ടിക്ക് അടിസ്ഥാന വർഗത്തെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. യുവാക്കളെ ആകർഷിക്കാൻ DYFIക്ക് കഴിയുന്നില്ലെന്ന വിമർശനമുണ്ട്. പാർട്ടിയിൽ നിന്ന് സാധാരണക്കാർ അകന്നുപോകുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ സംഘടനയെ മാത്രമാണ് സംഘടനാ റിപ്പോർട്ട് അഭിനന്ദിക്കുന്നത്. കേരളത്തിൽ മാത്രമാണ് BJPയെ ചേർത്ത് നിൽക്കാൻ ഉള്ള ശക്തി പാർട്ടിക്കുള്ളതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കരട് രാഷ്ട്രീയപ്രമേയം അടുത്ത 3 വർഷം എങ്ങനെയാകും CPM-ന്റെ അടവു നയം, മറ്റു പാർട്ടികളോട് ഉള്ള സമീപനം എന്താകണം, തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾ എങ്ങനെ വേണമെന്നടക്കം വ്യക്തമാക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയവും പൊളിറ്റിക്കൽ റിവ്യൂ റിപ്പോർട്ടും CPM ഇന്ന് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കും. പൊളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് ആ രേഖകൾ അവതരിപ്പിക്കുക. അതിൽ വിശദ ചർച്ച 2 ദിവസം നടക്കും. 4-ാം തീയതിയാണ് സംഘടനാ റിപ്പോർട്ട് പാർട്ടി കോൺഗ്രസിൽ വരുന്നത്. സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് PB അംഗം BV രാഘവലുവാണ്. ഒരുപക്ഷെ അടുത്ത ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോലും അദ്ദേഹത്തിന്റെ പേര് സജീവമായി തന്നെ പറഞ്ഞു കേൾക്കുന്നു. സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് രാഘവലു തന്നെ ജനറൽ സെക്രട്ടറി ആയാലും അത്ഭുതപ്പെടാനില്ല. MA ബേബി അടക്കമുള്ളവരുടെ പേര് ഇപ്പോഴും സജീവമായി തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. ഏതായാലും വലിയൊരു നേതൃനിര ഒഴിയുന്ന ഒരു പാർട്ടി കോൺഗ്രസ് കൂടിയാണിത്. ബൃന്ദ കാരാട്ടും പ്രകാശ് കാരാട്ടും സൂര്യകാന്ത് മിശ്രയും അടക്കമുള്ള സുഭാഷ് ടിയർ അടക്കമുള്ള വലിയ നേതൃനിര മാറി നിൽക്കും. ഇളവ് 75 വയസ്സ് കഴിഞ്ഞവരിൽ ഇളവ് പിണറായി വിജയന് മാത്രമാകും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാകും ഒരുപക്ഷെ നൽകുക. അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗമായോ അല്ലെങ്കിൽ പൊളിറ്റ് ബ്യൂറോയിലെ പ്രത്യേക ക്ഷണിതാവായോ നിലനിൽക്കും. ബാക്കിയുള്ള 75 വയസ്സ് പിന്നിട്ടവരെയൊക്കെ ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത. നാളെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പിണറായി വിജയൻ ഒരുമിച്ച് പങ്കെടുക്കുന്ന സെമിനാറും ഇവിടെ നടക്കുന്നുണ്ട്. വലിയ ആവേശത്തോടു കൂടിയാണ് മധുര പാർട്ടി കോൺഗ്രസിന് CPM തുടക്കം കുറിക്കുന്നത്. വളരെ നിർണായകമായ CPM-ന്റെ പുതിയ ജനറൽ സെക്രട്ടറി യെച്ചൂരിയുടെ പകരക്കാരനെ കണ്ടെത്തുന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി വളരെ വലിയ മാനങ്ങളുള്ള ഒരു പാർട്ടി കോൺഗ്രസാണ് മധുരയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. VV അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പാർട്ടി കോൺഗ്രസിൽ നിന്ന് പ്രതിനിധിയെ ഒഴിവാക്കി. UK-യിൽ നിന്നുള്ള പ്രതിനിധി രാജേഷ് കൃഷ്ണയെയാണ് ഒഴിവാക്കിയത്. പാർട്ടിക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് തീരുമാനം. PV അൻവർ CPM-മായി തെറ്റിയ ശേഷവും ഇയാൾ അടുത്ത ബന്ധം പുലർത്തിയെന്നും ആരോപണം ഉയർന്നിരുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം ഫാസ്റ്റ് ന്യൂസ്. ഭവ്യ പാർവതി ചേരും. നമസ്കാരം.